പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ അല്പദിനങ്ങൾക്ക് ശേഷം വീണ്ടും ഡെയിലി മന്നയിലൂടെ കർത്താവിൻ്റെ വചനം പറയുവാൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ എത്ര അത്ഭുതകരമാവണ്ണം ഓരോ ദിനവും കാത്തു പരിപാലിക്കുന്നു. ദൈവം തരുന്ന ഓരോ ദിനങ്ങളും അത്ര വിലപ്പെട്ടതാണ്. പ്രീതി മക്കളെ, നമുക്ക് ദൈവസന്നിധിയായിത്തീരാം. കർത്താവിന് പ്രയോജനമുള്ളവരായി കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നമുക്കായിത്തീരാം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, യഹോവയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഉറച്ചു നിൽക്കുവാൻ സഹായിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി ഉറപ്പോടെ ധൈര്യത്തോടെ നമുക്കായിത്തീരാം. യഹോവയിൽ വിശ്വസിച്ച് നിൽക്കുകയാണെങ്കിൽ ആരെല്ലാം തോൽപ്പിക്കുവാൻ വന്നാലും എന്തെല്ലാം യുദ്ധങ്ങൾ നേരിട്ട് വന്നാലും ഹല്ലേലൂയ, അതിനൊന്നും കർത്താവപ്പച്ചൻ നമ്മെ ഏൽപ്പിക്കാതെ കർത്താവപ്പച്ചൻ നമ്മെ വിജയം തന്നെ നമ്മെ എവിടെ എത്തിക്കണമോ അവിടെ എത്തിക്കും. ഹല്ലേലൂയ. യുദ്ധം നമ്മുടേതല്ല, നമ്മുടെ ദൈവത്തിൻ്റെതാണ്. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കിലേക്ക് ഹല്ലേലൂയ നമ്മുടെ ഓട്ടം ഓടിത്തേക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 55:22 പറയുന്നുണ്ടല്ലോ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഭാരം യഹോവയുടെ സന്നിധി വെക്കാം. മനുഷ്യരോട് പറഞ്ഞാൽ അവർ ഹല്ലേലൂയ അല്പസ്വല്പമൊക്കെ സഹായിക്കുമായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഭാരം നീങ്ങുവാൻ, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുവാൻ നമ്മൾ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുവാണെങ്കിൽ, ആ ഭാരമേറിയ വിഷയം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ഉത്തരം നൽകി തരും. ഹല്ലേലൂയ. യോഹന്നാൻ 16:33 പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയ മക്കളെ, ജയാളിയായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ നേരിടും. പക്ഷേ ധൈര്യത്തോടെ ഇരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ജയം നേടാം. ഹല്ലേലൂയ. സങ്കീർത്തനം 27:13-14 വാക്യങ്ങൾ പറയുന്നുണ്ട്, ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയ മക്കളെ, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. യഹോവയുടെ നന്മ ഞാൻ കാണും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഉറപ്പോടെ ആയിത്തീരാം. ഈ ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പോടെ നിൽക്കാം. പ്രിയ മക്കളെ, ധൈര്യപ്പെട്ടിരിക്കാം. ദൈവസന്നിധി പ്രത്യാശ വെച്ച് നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം ഹല്ലേലൂയ 5 മുതലുള്ള വാക്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ ഹല്ലേലൂയ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ യഹോവയിൽ ആശ്രയം വെച്ചായിരിക്കാം. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്ന വ്യക്തി ഹല്ലേലൂയ അതായത് ക്ഷീണങ്ങൾക്ക് വരുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ പേടിക്കേണ്ടതായ ആവശ്യമില്ല. അവൾ ആശ്രയം വെച്ചിരിക്കുന്നത് യഹോവയിൽ. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ ദൈവം കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. 14-ാം അധ്യായം 1-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. പ്രീതി മക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഹൃദയം കലങ്ങിപ്പോകത്തക്കവണ്ണം വിഷയങ്ങൾ നമ്മുടെ ജീവിത
ജീവിതത്തിൽ കടന്നു വരും. അപ്പോഴും ഹല്ലേലൂയ നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച് തന്നെ മുന്നേറാം. കലങ്ങിപ്പോകുവാൻ, ഹല്ലേലൂയ പ്രയാസപ്പെടുവാൻ, അതിൽ നിലനിൽക്കുവാൻ ദൈവം അനുവദിക്കില്ല. നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുവാൻ, നമ്മുടെ കലക്കുന്ന വിഷയങ്ങൾ മാറ്റിത്തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. 138 സങ്കീർത്തനം 7 വാക്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മെ ജീവിപ്പിക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 8 28 വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, ഹല്ലേലൂയ, അപ്പനെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക്, ഹല്ലേലൂയ, സകലവും നന്മയ്ക്കായിട്ടാ. ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വന്നാലും, ഹല്ലേലൂയ, ഭാരമേറിയ വിഷയം കടന്നു വന്നാലും അതിലൂടെ, ഹല്ലേലൂയ, ഒരു നന്മ, ഹല്ലേലൂയ, അനുഭവിപ്പാനിടയായി തീരും. നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, ചില കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വരുന്നത് കൂടുതൽ ദൈവത്തെ അറിയുവാനും കൂടുതൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് അപ്പന്റെ മഹത്വത്തെ, ഹല്ലേലൂയ, വർണ്ണിക്കുവാനുമാണ്. ഹല്ലേലൂയ. 125 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഈ ദിവസങ്ങൾ യഹോവയിൽ ആശ്രയിച്ച്, ഹല്ലേലൂയ, നമുക്ക് മുന്നേറാം. നമ്മെ കുലുങ്ങുവാൻ കർത്താവ് അനുവദിക്കില്ല. ഹല്ലേലൂയ. നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, കർത്താവിലാണ്. ക്രിസ്തുവാകുന്ന പാറമേലാണ് നമ്മുടെ ആശ്രയം. ഹല്ലേലൂയ. സങ്കീർത്തനം 16 8-9 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സാനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. പ്രിയ മക്കളെ, നമ്മളെപ്പോഴും യഹോവയിൽ ആശ്രയിച്ചിരിക്കുന്നു. യഹോവ എന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട്, ഹല്ലേലൂയ, യഹോവയിൽ തന്നെ ആശ്രയം വെക്കാം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഈ ദിവസങ്ങളിൽ യഹോവയിലുള്ള ആശ്രയം കുറയരുത്. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ, പ്രിയ മക്കളെ, പലവിധമായ ഭാരങ്ങള്, പ്രയാസങ്ങള് നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. അവരോട് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ തന്നെ വിശ്വാസം ഉറപ്പിച്ചു മുന്നേറുക. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ നമ്മൾ കുലുങ്ങിപ്പോകുവാൻ അനുവദിക്കില്ല. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 58 വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുക. ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഉറപ്പോടെ നിൽക്കാം, കുലുങ്ങാത്തവരാ നിൽക്കാം. യഹോവയിലുള്ള ആശ്രയത്തിൽ, ഹല്ലേലൂയ, മുന്നേറാൻ ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് ദൈവത്തിലുള്ള ആശ്രയം, ഹല്ലേലൂയ, വളരെ വിലപ്പെട്ടതായി മുന്നേറി, ഹല്ലേലൂയ, അത് അറിഞ്ഞു ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ. നീതിമാനായ യഹോവയിൽ ആശ്രയം വെച്ച്, ഹല്ലേലൂയ, വിജയം തരുന്ന കർത്താവിൽ ആശ്രയം വെച്ച് ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. ഭാരത്തോടെ, പ്രയാസത്തോടെ, ദുഃഖത്തോടെ വിഷയങ്ങളുടെ മുമ്പിലായിരിക്കുന്ന മക്കളെ ദൈവം സഹായിക്കണമേ. ഉറപ്പോടെ നിൽക്കുവാൻ, അപ്പന്റെ അത്ഭുത കരം കണ്ട് സന്തോഷിക്കുവാൻ ദൈവം സഹായിക്കണമേ. തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോരുത്തരുടെയും വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധി ഉറപ്പോട് മുന്നേറാം. ഈ വചനങ്ങളാൽ കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവ സാന്നിധ്യം അനുഭവിപ്പാനിടയായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. വിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.